ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസ്ത്രധാരണത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നബി തങ്ങളുടെ ഒരു പൂർണ്ണതയാണിതൊക്കെ. നബി എങ്ങനെയാണ് വസ്ത്രം ധരിച്ചത്, ഏത് നിറത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചത്, ഇതൊക്കെ പഠിക്കുന്നത് നമുക്കൊരു പാഠമാണ്, നമുക്കൊരു മാതൃകയാണ്, നമുക്കൊരിഷ്ടമാണ്. കാരണം നബി തങ്ങൾ ജീവിച്ച പോലെയാണല്ലോ നമ്മൾ ജീവിക്കേണ്ടത്. മഹ്മൂദ് ബിൻ ഐലാൻ കാന അഹബ്ബ സിയാബി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൽബസുഹു അൽ ഹൈബറത്തു. നബി തങ്ങൾക്ക് ധരിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് നല്ല ഭംഗിയിൽ തയ്ച്ച വസ്ത്രങ്ങളായിരുന്നു. അത് പരുത്തിൻ്റെതാകും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആകും. നന്നായിട്ട് കടഞ്ഞെടുത്ത് വൃത്തിയുള്ള ഭംഗിയുള്ള വസ്ത്രം ധരിക്കാനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടം. ഔൻ ബിൻ അബി ജുഹ്ഫ റളിയല്ലാഹു അൻഹു തൻ്റെ പിതാവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹി ഹുല്ലത്തുൻ ഹംറ. ഞാൻ നബിനെ കണ്ടു. നബി ഒരു ചുവന്ന ഒരു ജോഡി വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. ചുവന്ന കളറുള്ള ഒരു ജോഡി വസ്ത്രം. കഅന്നി അൻദുറു ഇലാ ബരീഖി സാഖൈഹി. ആ വസ്ത്രം അങ്ങനെ ധരിച്ചിട്ട് നബിൻ്റെ നെരിയാണിൻ്റെ മുകളിലാണ് ആ വസ്ത്രം ഉള്ളത്. നെരിയാണിയും കണങ്കാലും കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആ വസ്ത്രം ധരിച്ചിട്ട് നബിൻ്റെ ആ വെളുത്ത കണങ്കാലിൻ്റെ ആ തിളക്കം ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ ചുവന്ന വസ്ത്രം ഇങ്ങനെ ധരിക്കുമ്പോൾ എന്തോ ഒരു രസം. മറ്റൊന്ന്, ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മാ റഅയ്തു അഹദൻ മിനൻ നാസി അഹ്സന ഫീ ഹുല്ലത്തിൻ ഹംറാ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചുവന്ന വസ്ത്രം ധരിച്ചിട്ട് നബിയേക്കാൾ ഭംഗിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. നബി തങ്ങൾ ആ ചുവന്ന വസ്ത്രം ധരിച്ചിങ്ങനെ നിൽക്കുന്ന ആ കാഴ്ച, അത്ര ഭംഗി ലോകത്തൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. വഇൻ കാന ജുമ്മത്തുഹു ലതദ്രിബു ഖരീബൻ മൻകിബൈ. നബിൻ്റെ ആ തലമുടി ഏകദേശം ആ ചുമലിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് നീണ്ടിട്ടുണ്ടായിരുന്നു. ചുമലിൽ തട്ടിയിട്ടില്ല, ചുമലോളം വന്നിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടി ചിലപ്പോൾ നീട്ടും, ചിലപ്പോൾ കുറക്കും, അങ്ങനെയൊക്കെയുള്ള പല സാഹചര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ മുടി ഇങ്ങനെ ഏകദേശം തോളിലേക്ക് ഇങ്ങനെ ചുമലിലേക്ക് തട്ടി നിൽക്കുന്ന വിധത്തിൽ ആ ചുവന്ന ആ ജോഡി വസ്ത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ സൗന്ദര്യം അത് അവർണ്ണനീയമാണ് എന്ന് ബഹുമാനപ്പെട്ട ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നു. ചുവന്ന വസ്ത്രം. മറ്റൊരു ഹദീസ്, അബീ റിംഅത്ത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം, റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹി ബുർദാനി അഖ്ദറാനി. നബി പച്ച രണ്ട് വസ്ത്രങ്ങൾ ധരിച്ചിങ്ങനെ നിൽക്കുന്നത് ഞാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. പച്ച വസ്ത്രം. അപ്പോൾ ചുവപ്പ് ധരിച്ചിട്ടുണ്ട്, പച്ച ധരിച്ചിട്ടുണ്ട്, നിറം വരയുള്ള കള്ളിയും വരയൊക്കെ ഉള്ള വസ്ത്രങ്ങളും ധരിച്ചിട്ടുണ്ട്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഖൈല ബിൻത്ത് മഖ്റമയുടെ മകൾ ഖൈല ബീവി പറയാണ് റളിയല്ലാഹു അൻഹ, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹി അസ്മാലു മുലയ്യത്തൈനി കാനതാ ബിസഅഫറാനിൻ വഖദ് നഫളതുഹു. ഞാൻ രണ്ട് വസ്ത്രങ്ങളിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. ഒരു പഴയ വസ്ത്രമാണ്, അങ്ങനെ പുതിയ വസ്ത്രമൊന്നുമല്ല. അസ്മാല് മുലയ്യത്തൈനി. ഒറ്റ വസ്ത്രം, തുണി മാതിരിയൊക്കെയുള്ള വസ്ത്രം ഉണ്ടാവില്ലേ, ഒറ്റ വസ്ത്രം. നമ്മൾ കുപ്പായങ്ങളൊക്കെ പല കഷ്ണങ്ങൾ തുന്നി വെച്ചിട്ടാണ്, കഷ്ണങ്ങൾ തുന്നി ചേർത്തിട്ടാണ് ഉണ്ടാവുക. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടത് ഇങ്ങനെ ഒരു തുണിയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്നിച്ചുള്ള ഒറ്റ തുണിയിലായിട്ട് ഇങ്ങനെ കണ്ടു. അങ്ങനത്തെ രണ്ട് വസ്ത്രം. കാനത്താ ബിസഅഫറാനിൻ, അത്
സഅഫറാൻ എന്ന് പറയുന്നൊരു ചായം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉജാലൊക്കെ മുക്കുക എന്ന് പറഞ്ഞ മാതിരി. വഖദ് നഫദത്തുഹു, അത് വളരെ കുറച്ചേ ഉള്ളൂ, അതിൻ്റെ കളറൊക്കെ പോയിട്ടുണ്ട്. ആ വിധത്തിൽ അതിൻ്റെ കളറൊക്കെ നഷ്ടപ്പെട്ട തുണിയിലോ മുണ്ടിലൊക്കെ ആയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടു. ഇനി 2-3 ഹദീസും കൂടെ ഉണ്ട്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈക്കും ബിൽ ബയാദി മിനസ് സിയാബ്, നിങ്ങൾ വെളുത്ത വസ്ത്രം ധരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലിയൽബിസഹ അഹ്യാഉക്കും, നിങ്ങളിന്ന് ജീവിച്ചിരിക്കുന്നവർ അത് ധരിക്കട്ടെ. വകഫിനു ഫിഹാ മൗതാക്കും, മരിച്ചവരെ നിങ്ങൾ വെളുത്ത വസ്ത്രത്തിൽ കഫൻ ചെയ്യുകയും ചെയ്യട്ടെ. ഫഇന്നഹാ മിൻ ഖൈരി സിയാബിക്കും, അത് നിങ്ങളുടെ ഏറ്റവും നല്ല വസ്ത്രങ്ങളിൽപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽബസുൽ ബയാദ്, വെളുത്ത് ധരിക്കുക. ഫഇന്ന അത്ഹറു, അതാണ് ഏറ്റവും കൂടുതൽ ശുദ്ധി കിട്ടുന്ന വസ്ത്രം. വാത്തിയബു, അതാണ് ഏറ്റവും നല്ല വസ്ത്രം. വകഫിനു ഫിഹാ മൗതാക്കും, മരിച്ചവരെ നിങ്ങളതിൽ മറമാടുക. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നൊരു ഹദീസ് കാണാം. ഖറജ റസൂലുള്ളാഹി ദാത ഗദാത്തിൻ, ഒരു ദിവസം രാവിലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തു പോയി. വഅലൈഹി മിർത്തും മിൻ ശഅരിൻ അസ്വദ, ഒരു കറുത്ത രോമത്തിൻ്റെ ഒരു പുതപ്പായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചിരുന്നത്, കറുത്ത രോമത്തിൻ്റെ വസ്ത്രം. മറ്റൊരു ഹദീസ് കാണാൻ ലബിസ ജുമ്മത്തൻ റൂമിയ, റോമിൽ നിന്ന് മേഡ് ചെയ്തിട്ടുള്ള ഒരു ജുബ്ബ ധരിച്ചത് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ജുബ്ബയെ നബി തങ്ങൾ ധരിച്ചിട്ടുണ്ട്. ലയ്യിഖത്തുൽ കുമ്മൈനി, അതിൻ്റെ കൈയൊക്കെ വളരെ വണ്ണം കുറഞ്ഞിട്ടുള്ള, കുപ്പായത്തിൻ്റെ കൈ ഉണ്ടാവുമല്ലോ, അത് ഭയങ്കര ലൂസായിട്ടുണ്ടാക്കുക, നല്ല ഫിറ്റാക്കിയിട്ടുണ്ടാക്കുക. അപ്പോൾ ഫിറ്റായിട്ടുള്ള ഒരു ജുബ്ബ ധരിച്ചത് ഞാൻ കാണുകയുണ്ടായി എന്ന്. ഓക്കെ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം, ഇപ്പോൾ ഈ വെള്ള വസ്ത്രം പല കളറിലും പച്ചയും ചുവപ്പും വരള്ളതും പല രീതിയിലുള്ള വസ്ത്രങ്ങൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചിട്ടുണ്ടായിരുന്നു. പല സാഹചര്യങ്ങളിൽ യാത്രകളിലൊക്കെ വെള്ള വസ്ത്രം അഴുക്കാകും, അപ്പോൾ വേറെ കളറാകും, അങ്ങനെ ഓരോരുത്തർ ഹദിയ കൊടുക്കും. അങ്ങനെ പല രീതിയിലുള്ള പല കളറിലുള്ള വസ്ത്രങ്ങൾ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചിരുന്നു. അതിൽ പ്രയോറിറ്റി വെളുത്ത വസ്ത്രത്തിനായിരുന്നു. അത് വെളുത്തമൊക്കെ ധരിക്കാൻ പറ്റിയ സമയത്ത്, പണിക്ക് പോകുമ്പോൾ വെളുത്ത വസ്ത്രം ധരിക്കാൻ പറ്റൂലല്ലോ. കല്യാണം പെരുന്നാൾക്ക് ഇപ്പോൾ നമ്മൾ വെളുത്ത വസ്ത്രം എന്ന് പറയുന്നില്ല, മറിച്ച് എന്താ പറയുന്നത്, ഏറ്റവും പുതിയ വസ്ത്രം എന്നാണ് പറയുന്നത്. അതേത് കളറാണെങ്കിലും വെള്ളിയാഴ്ച വെളുത്ത വസ്ത്രമാണ്, അങ്ങനെ തിരഞ്ഞെടുക്കാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വെളുത്ത വസ്ത്രം എന്നുള്ളതില്ല കേട്ടോ. മുമ്പൊക്കെ ഉസ്താദുമാർ വെള്ള വസ്ത്രം മാത്രമേ ധരിച്ചിരുന്നുള്ളൂ. ഇപ്പം പിന്നെ ഈ ഖമീസ് ഇറങ്ങിയതോടുകൂടി ചുവപ്പും കറുപ്പും, മാക്സിയിൽ ഏതൊക്കെ കളറുണ്ട് ആ കളറിലൊക്കെ ഇപ്പോൾ ഖമീസും ഉണ്ട്. ചിലരൊക്കെ കാണാൻ രസമാണ് ആ കളറിൽ. ബാബു മാ ജാഅ ഫി ഐഷ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി, റസൂലുള്ളാഹിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന പാഠം ഒന്ന് ശ്രദ്ധിക്കാം. ഹദ്ദസനാ ഖുതൈബത്ത് ബിനു സഈദ് ഹദ്ദസനാ ഹമ്മാദ് ബിനു സഈദ് അൻ അയ്യൂബ അൻ മുഹമ്മദ് ബിൻ സിരീന ഖാല കുന്ന ഇൻദ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട പറയാണ്, ഞങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. വഅലൈഹി സൗബാനി മുമശ്ശഖാനി മിൻ കത്താനി, അബൂ ഹുറൈറ എന്ന് പറയുന്ന വലിയ സ്വഹാബി വര്യൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം എന്താണ്? 2 വസ്ത്രമാണ്, തുണിയോ മുണ്ടോ അങ്ങനെയൊക്കെയുള്ള വസ്ത്രം. മുമശ്ശഖാനി, മിഷ്ക് എന്ന് പറയുന്ന, അത് ചുവന്ന മണ്ണുകൊണ്ടാണ് ചായ മുക്കിയിട്ടുള്ളത്. അന്ന് ചായ മുക്കാൻ ഉപയോഗിക്കുന്നത് ഉജാലല്ല എന്നുള്ളത്, അന്ന് ചായ മുക്കാൻ വെക്കുന്ന ഒരു ചുവന്ന മണ്ണ് കൊണ്ടാണ് ആ വസ്ത്രം ചായ മുക്കിയിട്ടുള്ളത്. മിൻ കത്താനി, കത്താന് എന്ന വസ്തു കൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോ വസ്ത്രം ഉണ്ടാക്കാൻ ഓരോ മെറ്റീരിയൽ ഉണ്ടാവുമല്ലോ. ഫതമഖത ഫി അഹദിഹിമ, ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്തു എന്നല്ലേ, ആ ഒരു വസ്ത്രത്തിൽ മൂക്കിൽ നിന്ന് ഒലിച്ചിരുന്ന അത് ആ വസ്ത്രത്തിന് ഇങ്ങോട്ട് പുരട്ടി. മൂക്കിൽ നിന്ന് ഒലിച്ചപ്പോൾ ആ വസ്ത്രം കൊണ്ട് അദ്ദേഹം അത് തുടച്ചെടുത്തു. ഇനിയാണ് വിഷയം കേൾക്കേണ്ടത് നിങ്ങൾ. ഇനി എന്താ വിഷയം?
ഫഖാല, എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ബഹ് യതമത്ഖത്തു അബൂ ഹുറൈറത ഫിൽ ഖത്താൻ. നിങ്ങൾ എൻ്റെ മൂക്കിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചപ്പോൾ അബൂ ഹുറൈറ അത് തൻ്റെ ഈ അഴുകിയ ഈ പഴയ വസ്ത്രത്തിൽ ഇങ്ങനെ തുടച്ചത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ആകെ പ്രയാസം ഉണ്ടായിട്ടുണ്ടാവൂലേ. അബൂ ഹുറൈറക്കൊക്കെ സന്തോഷമാണിപ്പോൾ. അബൂ ഹുറൈറക്ക് ഇതന്നെ വലിയ ജീവിതമാണ്. എന്തുകൊണ്ട്? ലഖദ് റഅയ്തുനി വ ഇന്നി ലഅഖിറു ഫീമാ ബൈന മിൻബരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ ഹുജ്റത്തി ആയിഷത മഗ്സിയൻ അലിയ. ഈ അബൂ ഹുറൈറക്കൊക്കെ വലിയ റാഹത്താണ്, ഇപ്പോൾ വലിയ ജീവിതമാണ്. അബൂ ഹുറൈറക്ക് സന്തോഷം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മിമ്പറിൻ്റെയും ഉമ്മ ആയിഷ ബീവിൻ്റെ റൂമിൻ്റെ ഇടയിൽ ഈ അബൂ ഹുറൈറ വീണ് കിടന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മഗ്സിയനലെ ഈ ബോധം കെട്ടിട്ട്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ തൊട്ടടുത്ത ആളായിരുന്നില്ല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. നബിനെ വിട്ടിട്ട് അങ്ങോട്ടും പോയിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുന്ന ചിലവിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. നബി തങ്ങൾ എന്തെങ്കിലും കൊടുത്താൽ അത് കഴിച്ച് ജീവിച്ചിട്ട് ഇൽമു പഠിക്കുക, ദീന് പഠിക്കുക എന്ന് എഴുതിയിട്ട് മദീനത്തെ പള്ളിയിൽ വഖഫ് ചെയ്യപ്പെട്ട മനുഷ്യനായിരുന്നു ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ബഹുമാനോട് പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിമ്പറും മദീനത്തെ മിമ്പറിൻ്റെയും ആയിഷ ബീവിൻ്റെ റൂമിൻ്റെ ഇടയിൽ ഈ അബൂ ഹുറൈറ വിശന്ന് സഹിക്കാൻ കഴിയാതെ അവശനായി ബോധം കെട്ട് വീണ് കിടന്നിട്ടുണ്ട്. മദീനയിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഹദീസ് പഠിപ്പിച്ച ആളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എവിടെയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കാണാൻ പറ്റും നമുക്ക്. ആ മിമ്പറിൻ്റെയും ആയിഷ ബീവിൻ്റെ റൂമിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ റസൂലുള്ളാഹിൻ്റെ ഖബറിൻ്റെയും ഇടയിൽ ഈ അബൂ ഹുറൈറ വീണ് കിടന്നിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. എന്തിനാണെന്നറിയോ? വിശന്നിട്ട് തിന്നാനും ഒന്നുമില്ലാഞ്ഞിട്ട്. അങ്ങനെ വീണ് കിടക്കുമ്പോൾ ഫേജി ഉൽ ജാഇയോ, ഓരോരുത്തരിങ്ങനെ വന്നു നോക്കും. ഫയളാഉ റിജ്ലഹു അലാ ഉനുഖി, കാല് എൻ്റെ കഴുത്തിൽ വെച്ച് നോക്കും. എന്താ, എനിക്ക് ഭ്രാന്താണോ എന്ന് എഴുതിയിട്ട്. എനിക്ക് ഭ്രാന്തായി വീണെടുക്കുക എന്ന ആൾക്കാർ വിചാരിക്കണത്. അപ്പം വെറുതെ കാലുകൊണ്ട് എന്ത് ചെയ്യും, എൻ്റെ കഴുത്തിലൊന്ന് വല്ലേ തട്ടി നോക്കും, തൊട്ട് നോക്കും. പറയാണ്, വമാ ബി ജുനൂൻ, എനിക്കൊരു ഭ്രാന്ത് ഉണ്ടായിരുന്നില്ല. വമാ ഹുവ ഇല്ലൽ ജൂ, തിന്നിട്ട് ഒരുപാട് ദിവസമായി വിശന്നിട്ട് നടക്കാൻ കഴിയാതെ ബോധം കെട്ട് നിലത്തടിച്ച് വീണ് കിടക്കുകയായിരുന്നു. ഈ ഹദീസിൽ നിന്ന് നമുക്കെന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തത സഹചാരിയായിരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് പോലും ഭക്ഷണം നബിൻ്റെ വീട്ടിൽ വല്ലതും ഉണ്ടെങ്കിൽ അബൂ ഹുറൈറക്ക് കിട്ടിയിരിക്കും. നബിക്ക് ആരെങ്കിലും വല്ലതും സമ്മാനങ്ങളായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് അത് കിട്ടിയിരിക്കും. അപ്പോൾ നബി തങ്ങൾ പട്ടിണി കിടക്കുന്നതുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തങ്ങൾ പട്ടിണി കിടക്കേണ്ടി വന്നത്. പട്ടിണി കൊണ്ട് മദീനത്തെ പള്ളിയിലൊക്കെ ഇങ്ങനെ വീണ് കിടന്നിട്ട് ആൾക്കാർ കാലുകൊണ്ട് ഇങ്ങനെ കഴുത്തിൽ അനക്കല്ലാഞ്ഞിട്ട് തൊട്ട് നോക്കുക എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെയൊക്കെ ആ ഇല്ലായ്മ, ദാരിദ്ര്യം എത്ര വലുതാണ്. حدثنا قتيبة بن حدثنا جعفر بن سليمان الضباعي عن مالك بن دينار قال ما شبع رسول الله صلى الله عليه وسلم خبز قط ولا لحم إلا على ضفف. നബി തങ്ങൾ പത്തിരിയും ഇറച്ചിയും തിന്നിട്ട് വയറ് നിറച്ചിട്ടില്ല. നബി പത്തിരിയും ഇറച്ചിയും കൂടി കൂട്ടി തിന്നിട്ട് വയറ് നിറച്ചൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇല്ല അലാ ലഫഫിൻ, ലഫഫിൻ്റെ സന്ദർഭത്തിലല്ലാതെ. മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനും ആൾക്കാരോട് ചോദിച്ചത് എന്ത് ലഫഫ് എന്ന് പറഞ്ഞാൽ, പത്തിരി ഇറച്ചിയൊക്കെ വള്ളർച്ച നിന്ന സമയം ലഫഫിലാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പ്രധാന ഒരു അപൂർവമായ പദമാണ്. അപ്പം പറഞ്ഞു, യതനാവലമാന്നാസ്, ആൾക്കാരോട് കൂടെ കഴിക്കൂലേ, പരിപാടിയും സദ്യയൊക്കെ ഉണ്ടാവൂലേ, ആളുകളോടെ കൂടി ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കുന്ന സന്ദർഭത്തിൽ യാത്ര, അങ്ങനെ അല്ലെങ്കിൽ പ്രത്യേകമായ വിഭവങ്ങൾ, ഭക്ഷണ പരിപാടികളൊക്കെ ഉണ്ടാവും എന്നല്ലാതെ സ്വന്തമായിട്ട് എന്തായിട്ടില്ല, വീട്ടിൽ ഇറച്ചിയും പത്തിരി ഉണ്ടാക്കി പള്ളർച്ച കഴിച്ചിട്ടില്ല. എൻ്റെ ശബ്ദം കേൾക്കുന്ന മോമിനീങ്ങളെ, മോമിനാത്തുകളെ, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന നോമ്പിനാണ്. ഇറച്ചിയും പത്തിരിയും മലപ്പുറത്തെ ഭാഷയിൽ,
അല്ലെങ്കിൽ കണ്ണൂരോ മറ്റു ഭാഷയൊക്കെ ആണെങ്കിൽ പത്തൽ, അല്ലെങ്കിൽ ആദാപുരം ഭാഷയിലും പത്തലും കട്ടിപ്പത്തലും കുഞ്ഞിപ്പത്തലും മറ്റേ പല സാധനവും ഉണ്ടല്ലോ. നമ്മൾ ഇറച്ചിയും പത്തലും കഴിക്കാൻ തുടങ്ങിയിട്ട് ഏത് ദിവസമാണ് നമുക്ക് പള്ളം നിറയാത്തത്? വയറ് നിറയാത്തൊരു ദിവസം ഏതാ ഉള്ളത്? ഒറ്റ ദിവസം. നമ്മൾ വേണമെങ്കിൽ വയറ് നിറക്കണ്ടെന്ന് കരുതിയിട്ടുണ്ടാവും, അതുകൊണ്ട് ചിലപ്പോൾ നിറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ വയറ് നിറച്ചിട്ടില്ല. മഹത്വം ബഹുമാനം എന്നൊന്നും പറഞ്ഞാൽ കുറേ പള്ളർച്ച് തിന്നലല്ല എന്നർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖീങ്ങളിൽ, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുഹബ്ബീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹു ഒരുപാട് നിഅമത്തും അനുഗ്രഹവും ചെയ്ത ആൾക്കാരാണ് നമ്മൾ. നന്ദിയൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നന്ദിയുള്ള, അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. ഇനി അതൊക്കെ പറഞ്ഞിട്ട് ഇതിന് മുമ്പുള്ള ആ പാഠത്തിലേക്ക് നിങ്ങളൊന്ന് കൂടി ആലോചിച്ച് നോക്കി. നമസ്കാരം. എന്താ ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടും അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശരീരത്തിൻ്റെ ഫലം കുറവുണ്ടായിരുന്നില്ല, വലിയ ആരോഗ്യമുണ്ടായിരുന്നു, നിരക്കാൻ പാടില്ലായിരുന്നു. അള്ളാഹിൻ്റെ റസൂൽ ശരീരത്തിൽ ഒരു ദൗർബല്യം വന്നിട്ടില്ലായിരുന്നു. വന്ന ദൗർബല്യം എന്തിൻ്റെ പേരിലാണ്? സയ്യബത്തിനി സൂറത്ത് ഹൂദും വഖവാത്തുഹ, സൂറത്ത് ഹൂദും കൂട്ടുകാരൊക്കെ എന്നെ നിരപ്പിച്ച് കളഞ്ഞതാണ്. അതിലെ ഖിയാമത്ത് മഹ്ശറെ ആലോചിച്ചിട്ട് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സവിശേഷത നമ്മളൊക്കെ തിരിച്ചറിയാം. അതേമാതിരിയുള്ള പട്ടിണി നമുക്ക് സാധിക്കില്ല, നമുക്കതൊന്നും കഴിയില്ല. അള്ളാഹു നമ്മൾക്കൊക്കെ മാപ്പ് നൽകി അവൻ്റെ റഹ്മത്ത് കൊണ്ട് ഹബീബായ മുത്തുനബിയുടെ തിരു ഹദറത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 اللهم صل على محمد يا رب صل عليه وسلم. أوصيكم بالدعاء. السلام عليكم ورحمة الله وبركاته.